എന്താ പറ്റിയ ക്ലീറ്റോന്? പൈസ വല്ലതും വേണോ? എനിക്കോ ചിരിക്കാതെ കാര്യം പറ. പൈസ വല്ലതും വേണോ? എന്റെ പൈസകൾ വേണം, പക്ഷെ അത് നീ തന്നെ നക്കാപ്പിച്ചത് എന്റെ കാര്യം തീരൂല. അതിനൊരു വലിയ കണ്ടെയ്നർ ലോറി എവിടെയെങ്കിലും മറിഞ്ഞ ആളില്ലാതെ അങ്ങനെ കിടക്കണമെങ്കിൽ ആ വണ്ടിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ തീരും. അല്ലാതെ ഈ നക്കാപ്പിച്ച് വേണ്ടേ. ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, കുടുംബം മറന്നു പോകണമെന്നുള്ള പരാതികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയണത്. എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ മേടിച്ചോണ്ട് തരാം. പേപ്പറും പേന എടുക്ക്. അതൊക്കെ എടുത്തേ. കിട്ടിയാ? ഓ ഉണ്ട് കിട്ടി. പേനയുണ്ട്, കൊണ്ടുവാ. ആ ഇത് ഈ ബ്ലൗസ് ഒന്നും തിന്നാനുണ്ട്. ഉള്ളി വേഗം എഴുതണേ. നീ പറഞ്ഞോ. ഉള്ളി 1 1 കിലോ. ഉണ്ടാക്കാൻ തങ്കം, ഇല്ലെങ്കിൽ തികയൂല. ആ 1 എഴുത് ക്ലീറ്റോ. 1.5 എഴുതാം. 1.5 ഇരുന്നോട്ടെ. സവാള 1. സവാള 5 ആക്കാം. ഈ ഓഫറുണ്ട്. ഈ 1 കിലോയൊക്കെ മേടിക്കുന്നത് നഷ്ടമാണ്. അത് 5 ഒരുമിച്ചാവുമ്പോൾ നമുക്ക് ലാഭത്തിന് കിട്ടും. 5 കിലോ എന്തിനാ? ഇരുന്നോട്ടെ. പിന്നെ വേറെ അടുത്ത കിഴങ്ങ് വേണ്ട. കിഴങ്ങ് ഒരു 4 കിലോ എഴുതാം. 4 കിലോയോ? കിഴങ്ങല്ലേ, അത് നല്ലതല്ലേ. അത് വേറെ ഇരുന്നാലും ദോഷമൊന്നും സംഭവിക്കില്ല. ഇനി വേറെ നമുക്ക് ഉപ്പും കർപ്പൂരമൊക്കെ നീ വിട്. നീ വേറെ നമുക്ക് കൂടിയ സാധനങ്ങൾ വല്ലതും പറ. എണ്ണ, വെളിച്ചെണ്ണ, പാം ഓയിൽ, സൺഫ്ലവർ, വെളിച്ചെണ്ണ ഇച്ചിരി ഇരിപ്പുണ്ട് ഇവിടെ. ഇരുന്നോട്ടെ, വാങ്ങിച്ചാൽ ഇവിടെ ഇരിക്കുമല്ലോ. വെളിച്ചെണ്ണ 2 കിലോ. സോപ്പ് പൊടി അത് എഴുതി. സോപ്പ് പൊടി തൽക്കാലം ഇത്രയും മതിയല്ലോ അല്ലേ? മതിയാവും, ഇത്രയും മതിയാവും. പൈസ കൊടുക്കാൻ ഞാൻ ടക്കനെ പോയിട്ട് വരാം. പൈസ ഇല്ലേ ഇപ്പോ? വാങ്ങണ്ടേ? അപ്പൊ പിന്നെ ഈ 5ഉം 10ഉം കിലോ വീതം എഴുതി എന്തിനാ? ഒരു കരുതൽ വില കൂടും എല്ലാത്തിനും. അതിനു മുമ്പായിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് മേടിക്കാൻ പോകാനായിരുന്നോ? എൻ്റെ പൈസ ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ച് കേട്ടില്ലേ, കേന്ദ്രത്തിൽ നിന്നൊക്കെ വരാറുണ്ട്, കുറേ വരാറുണ്ട്. അത് വരാനൊരു കുറച്ച് എന്റെ കയ്യിലുള്ള പൈസ കൊടുത്താണെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നു വിടുമോ? ഞാൻ റൊണാൾഡിന്റെ കയ്യിലല്ലേ കൊടുത്തു വിടുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്ക് ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇത് നീ റൊണാൾഡിൻ്റെ തന്നെ കൊടുത്ത് മേടിപ്പിച്ചാൽ മതി കേട്ടോ. ക്ലീറ്റോ, അല്ലെങ്കിൽ വാ. എന്ത് പറഞ്ഞോ? കേൾക്കാം. ഇത് ചെവി കൊണ്ട് കേട്ടാൽ മതിയല്ലോ. നീ പറഞ്ഞോ. ഈ വീട്ടിൽ തന്നെ പറ്റിപ്പ് കാണിക്കാനേ നിങ്ങൾക്ക് ലേശം ഉളുപ്പില്ലേ? ഇല്ലേ? നിനക്ക് അങ്ങനെ തോന്നും. ആത്മാർത്ഥതയ്ക്ക് ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ലല്ലോ. ഒന്ന് കുടുംബം നോക്കാം, കുടുംബത്തിനെ സഹായിക്കാന്ന് വെച്ചാൽ വേണ്ടെങ്കിൽ വേണ്ട. കുഞ്ഞുമത്തിനെ സഹായിക്കാൻ വന്നേക്കുന്നു.